എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ തലയിലോട് കൂടിയിട്ട് ലാസ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ് വാസ് എ ഡിസാസ്റ്റർ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായാലും ഒരു ചേഞ്ച് കൊണ്ടിട്ടെന്നുള്ള ട്രയലാണ് ഞാൻ. ഇത് പ്രോസസ്സൊക്കെ ചെയ്തു വരാനായിട്ട് 12 മണിയൊക്കെ ആയെങ്കിലും പറ്റണ പോലെ പ്രൊഡക്റ്റീവ് ആവണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. എൻ്റെ ഒരു റിസർച്ച് ചെയ്ത് എനിക്ക് തോന്നിയ കാര്യം, ഞാൻ ഈ തോണ്ടൽ കൊണ്ടാണോ ഇങ്ങനെ ആയിപ്പോയെന്ന്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഈ സ്ക്രോളിംഗ് പരിപാടിക്കൊക്കെ ഒരു ബ്രേക്ക് കൊടുക്കണം. ഇതൊക്കെ വല്ലതും നടക്കുവോ? എനിവേ, നമ്മൊരു ക്ലീൻ സ്പേസിൽ എന്നാലേ മൈൻഡും റിലാക്സ് ആവുള്ളൂ എന്നല്ലേ. അതുകൊണ്ട് നമുക്ക് റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ട് ജേർണലിംഗിലേക്ക് കിടക്കാം. എന്റെ മിക്ക ജേർണൽസ് ഉണ്ടല്ലോ എന്റെ ആ ടൈമിലുള്ള മൂഡ് റിഫ്ലക്ട് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണോ എന്റെ മൈൻഡിലുള്ളത് അതാണ് ഞാൻ എഴുതാറ്. പക്ഷെ ഇന്ന് കുറച്ചാളതിന്റെ തുടങ്ങിയതല്ലേ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. അതുകൊണ്ട് നമ്മളിന്ന് സിമ്പിൾ ആൻഡ് ബേസിക്കിലാണ് പിടിച്ചേക്കുന്നത്. നമ്മളൊരു മാർച്ച് കലണ്ടർ ആണ് ഉണ്ടാക്കിയത് ആൻഡ് ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. നമ്മള് ഫുൾ പവർ മോഡിലാണെന്ന്. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലേ വെച്ചിട്ട് റിങ്സും കൂടി ഉണ്ടാക്കി ഒന്ന് സ്റ്റാർട്ട് ആക്കണമെന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ഇത്ര പ്രൊഡക്റ്റീവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓൾസോ ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ അതൊന്ന് കണ്ടോക്കെ കേട്ടോ. ഇത്രയൊക്കെ ചെയ്തു വന്നപ്പോഴത്തേനും നല്ലോണം ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിസ്കരിച്ചൊരു ബ്രേക്ക് ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ നോമ്പ് തുറ പരിപാടിയിലേക്ക് കിടന്നത്. അങ്ങനെ അധികം സ്പെഷ്യൽ ആയിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല. ഒരു ഡ്രിങ്ക് ഉണ്ടാവും, ഫ്രൂട്ട് സലാഡ് ഉണ്ടാവും, ആൻഡ് ഒരു സ്നാക്ക് ഉണ്ടാവും. ഇന്നത്തെ നമ്മുടെ സ്നാക്ക് ബ്രെഡ് പോക്കറ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.